Hello, everyone. Yes. I hope I'm audible. Okay, I'm just waiting if. Okay. Okay, I'm just going to start the segment. And ഇടയ്ക്കിടയ്ക്ക് ഓരോ മെസ്സേജസ് വരുന്നുണ്ട്. So I'm just trying to solve that issue. Okay, all right. So first of all, let me say IELTSന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണ്. നിങ്ങൾ ഓൾറെഡി പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. You might have seen the poster. IELTS സെഗ്മെന്റിനകത്ത് if you have any doubts, you can actually ask me through live. ലൈവിൽ നിങ്ങൾക്ക് you can comment താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. But I'll just go and get into the segment. Hope you all know me. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. I'm Susan Abraham. I've been an IELTS trainer for around 7 years. This is basically my 8th year. എൻ്റെ 8ാമത്തെ വർഷമാണ്. I've been a trainer for 7 years, but ഞാൻ English trainingനകത്ത് I've been 18 years. 18 വർഷമായി. Started very young. At a very young age, started teaching English. And ഈ 7 വർഷത്തിനകത്ത് I have taught in different other IELTS centers. IELTS പല പല സെന്ററുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. And with the experience, with the limited experience that I have with me, ഞാൻ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് from students and also certain things that students have actually mentioned. അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് I'm going to share certain things with you. So if you have doubts, ഞാൻ doubts completely ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടാവത്തില്ല. But definitely if I see any comments, I will answer your doubts. So the first thing that I would like to tell you is about mindset. Mindset will be the first thing that I would like to tell you about. So it's very important to have a winning heart. നമുക്ക് എല്ലാവർക്കും winning heart വളരെ important ആണ്. Especially ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസിയെ ടെസ്റ്റ് ചെയ്യുന്ന അളക്കുന്ന ഒരു എക്സാം ആണ്. ഇതിന് വിന്നിംഗ് ഹാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു ഹാവ് എ വിന്നിംഗ് ഹാർട്ട്. Now what does winning heart means? Competitive exams and language proficiency tests are taken to enable you whether you are capable of acquiring something. IELTS exam is not a money making machine. Please don't think idoru money making machine aanu enna ningal chindikkaruthu. It is not. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ it is not. Basically ഈ procedures it is a long prolonged ആയിട്ടുള്ള ഒരു procedure ആണ്. And ഈ prolonged ആയിട്ടുള്ള procedure there are a lot of expenses. And അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും കൂടുമ്പം there will be a change in the expense. ഒരു $500 എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. And that is quite natural. So it is not a money making machine. It is basically they are trying to help you. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. They are trying to help you to actually when you go to another country, നിങ്ങൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അവര് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗം, അവർ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ പറയുന്ന IELTS എക്സാം എന്ന് പറയുന്നത്. So they have to know if you go to another country, അവിടെ ചെന്നിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമോ when it comes to speaking, because അവിടെ നിങ്ങൾ ഇപ്പൊ if you are going to any European country, any English countryയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ food, water, ട്രാവലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ when you want to ask people ഇന്ന സ്ഥലം എവിടെയാണ്, ഈ അവന്യൂ എവിടെയാണ്, ഇന്ന അവന്യൂലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, നോർത്തിലേക്കാണോ സൗത്തിലേക്കാണോ പോകുന്നത്, സോ ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കണമെങ്കിൽ ലാംഗ്വേജ് ഇസ് മസ്റ്റ്. കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഇസ് മസ്റ്റ്. പിന്നെ നിങ്ങളൊരു ഫോറിനർ ആണ്, നിങ്ങളൊരു യൂറോപ്യൻ ഒരു ഇംഗ്ലീഷ് കൺട്രിയിലേക്ക് പോയ ആളാണ്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി റൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ്
ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈവൻ റെന്റിനാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ റെന്റ് താമസിച്ചാൽ പോലും യു ഹാവ് ടു റൈറ്റ് ആൻഡ് ലെറ്റർ ടു ദി ഹൗസ് ഓണർ. നമ്മുടെ ഇവിടെ നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ചേച്ചിയോടോ അല്ലെ അമ്മാവനോടോ ഒക്കെ നാളെ കഴിഞ്ഞ് തന്നേക്കാൻ പൈസ എന്ന് പറയാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ദർ ആർ ലീഗൽ പ്രൊസീജിയേഴ്സ്. ആൻഡ് ഈ ലീഗൽ പ്രൊസീജിയേഴ്സിന് റിട്ടേൺ ഫോംസിന് ഇമ്പോർട്ടന്റ് ആണ്. റിട്ടേൺ ഫോംസിനകത്ത് നമ്മുടെ ഇവിടുത്തെ പോലല്ല, ദർ ഇസ് എനി സോർട്ട് ഓഫ് മിസ്റ്റേക്ക്, ചെറിയ സ്ലൈറ്റ് മിസ്റ്റേക്സ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. അതുകൊണ്ട് റിട്ടേൺ എക്സാംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അവര് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കണം. യു ഹാവ് ടു ലിസൺ ടു വാട്ട് ദേ സേ. ഈ ലിസൺ ചെയ്താൽ മാത്രം പോരാ, ലിസൺ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ട്രൈങ് ടു സേ, ആൻഡ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യം നമ്മൾ തിരിച്ചങ്ങോട്ട് റിപ്ലൈ ചെയ്യണം. സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മണി മേക്കിംഗ് മെഷീൻ ആയിട്ട് കാണണ്ട. ഇറ്റ് ഈസ് ആക്ച്വലി ടു ഹെൽപ്പ് യു, നിങ്ങളെ ആ ഒരു മാർഗത്തിലേക്ക് കടന്നു പോവാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ് IELTS എന്ന് പറയുന്നത്. Now let's get into certain misconceptions. IELTSന്റെ കുറച്ച് മിസ്കോൺസെപ്ഷൻസിലേക്ക് നമുക്കൊന്ന് കയറാം. What are some of the misconceptions? Misconceptions എന്തൊക്കെയാണ്? What are some of the misconceptions that you come across IELTS? Number 1, ഇത് എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിനുമുള്ള ഒരു ഡൗട്ട് ആണ്. IELTS can be taken only by people who are good in English. ഇംഗ്ലീഷിൽ ഭയങ്കര നല്ല നല്ല കമാൻഡ് ഉള്ള ആളുകള്, നല്ല എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ IELTS പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. ബിക്കോസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, അങ്ങനെ ഒരു മിസ്കോൺസെപ്ഷൻ. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ ഫിനിഷ് ചെയ്തത്? ബട്ട് ഇംഗ്ലീഷ് അതിന്റെ ഒരു ഭാഗമായിരുന്നു. യെസ് ഇറ്റ് ഇസ്. പക്ഷെ നിങ്ങളുടെ ഡ്രീംസിന് അതൊരിക്കലും ഒരു തടസ്സമല്ല. സോ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ IELTS പഠിക്കാൻ പറ്റുള്ളൂ എന്നത് ഒരു മിസ്കോൺസെപ്ഷൻ ആണ്. അങ്ങനെയല്ല. IELTS പഠിക്കുമ്പം നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. നിങ്ങളുടെ ലാംഗ്വേജ് കമാൻഡ് കുറച്ചും കൂടി നിങ്ങൾക്ക് അതിലൊരു കമാൻഡ്, ഒരു എക്സ്പെർട്ടീസ് ആയി മാറും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു ടു ആക്ച്വലി ഗോ ടു ഈവൻ ഹയർ ഹൈറ്റ്സ്. ഭയങ്കര ഹൈറ്റ്സിലേക്ക് എത്താൻ നിങ്ങളെ അത് ഒരു ജനത്തിലൊക്കെ എത്താനൊരു ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഇസ് നോട്ട്, ഇതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രമേ IELTSന് പഠിക്കാൻ വരൂ. നത്തിങ് ഓഫ് ദ സോർട്ട്. ഇംഗ്ലീഷ് അറിയാവുന്നവരും അറിയാത്തവരും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരും ഈ ഡ്രീംസ് ഉള്ള ഏതൊരു ആൾക്കും ബേസിക്കലി ഡ്രീംസ് ഉള്ള ഏതൊരു ആൾക്കും ബേസിക്കലി എന്താ പറയുന്നത്, യു ക്യാൻ അക്വയർ ഈ ഒരു ഓക്കെ. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഗ്രാമർ ഈസ് ദി, അടുത്തൊരു മിസ്കോൺസെപ്ഷൻ ആണ്. ഗ്രാമർ ഈസ് ദി only important factor in IELTS. ഗ്രാമർ ഇസ് ദി only factor in IELTS. അതായത് ഒത്തിരി സ്റ്റുഡൻസ് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഗ്രാമർ എന്താ പറയാ, ഗ്രാമർ അറിയത്തില്ലെങ്കിൽ പിന്നെ ഗ്രാമർ മാത്രമാണ്, ഗ്രാമർ അറിയത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് IELTSനകത്ത് കയറാനേ പറ്റില്ല. ആൻഡ് ഇൻഫാക്ട് ഒരുപാട് സ്റ്റുഡൻസ് വെൻ ദേ ജോയിൻ ഫോർ IELTS ദേ ആസ്ക് ദിസ് കോമൺ ക്വസ്റ്റ്യൻ. അവർ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമൺ ക്വസ്റ്റ്യൻ ഇതാണ്, ദാറ്റ് എനിക്ക് മാം ഒരു 10 days ഒരു ഗ്രാമർ ക്ലാസ് എടുത്തു തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ IELTS പഠിച്ചോളാം. സോ ദിസ് ഇസ് ആക്ച്വലി എ വെരി റോങ് കോൺസെപ്റ്റ്. നിങ്ങൾ ഗ്രാമർ പഠിച്ചിട്ട് IELTS പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബേസിക്കലി അത് വർക്ക്ഔട്ട് ആവത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്റെ പോളിസി വെച്ചിട്ട് ഒരു സാധനങ്ങളും നമുക്ക് തുടങ്ങണം. നിങ്ങൾ ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗ്രാമർ തന്നെ പഠിക്കുക. പക്ഷെ IELTSന് വേണ്ടി ഗ്രാമർ പഠിക്കുന്നത് ഇസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. ബിക്കോസ് IELTS എക്സാം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം പ്രിപ്പറേഷൻ ആണ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. ആ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഗ്രാമറിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമർ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ബിക്കോസ് അതിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻ, ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും നിങ്ങൾ. ബിക്കോസ് ആ മേഖലയിൽ നിങ്ങൾ വളരെ വീക്ക് ആണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഈ ഗ്രാമറിന് ജോയിൻ ചെയ്തത്. നിങ്ങൾ ഈ ഗ്രാമറിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്രാമറിന്റെ കുറെ ഡൗട്ട്സ് വരും. ആൻഡ് ആ ഡൗട്ട്സിന്റെ പുറകെ പോയി IELTSന്റെ കാര്യത്തിനെ കുറിച്ചുള്ളത്
നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങ് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ ഗ്രാമർ പഠിച്ചാൽ മാത്രമേ, അതൊരു മിസ്കോൺസെപ്ഷൻ ആണ്, ഇറ്റ്സ് എ മിസ്കോൺസെപ്ഷൻ. ഗ്രാമർ മാത്രമേ ഉള്ളൂ. നോ, സെന്റൻസ് സ്ട്രക്ചർ ഇസ് ഇമ്പോർട്ടന്റ്, ലിങ്കിങ് വേർഡ്സ് ഇസ് ഇമ്പോർട്ടന്റ്, vocabulary is important, പിന്നെ the way of your style, the style that you use is important. Then there are several other factors. ഒരുപാട് ഫാക്ടേഴ്സിനകത്തെ ഒരു ചിന്ന സാധനമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ ഗ്രാമർ മാത്രം പഠിച്ചാലേ എനിക്ക് IELTS പാസ്സാകൂ എന്നുള്ള മിസ്കോൺസെപ്ഷൻ നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി വെരി ഓൾഡ് മിസ്കോൺസെപ്ഷൻ ആണ്. അതെടുത്ത് അങ്ങോട്ട് ദൂരേക്ക് കളയുക. Let's go for the next misconception. IELTS is difficult to crack. IELTS ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് ട്രൂ. അത് സത്യമല്ല. ഏത് കാര്യത്തിനും പ്രാക്ടീസിലൂടെ നമുക്ക് ആക്ച്വലി അതിനെ നേടിയെടുക്കാം. ഞാൻ പ്രാക്ടീസ് എന്നുള്ള വേർഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നുവെങ്കിലും ഞാൻ എൻ്റെ അടുത്ത ഡിസ്കഷനകത്ത് ഐ വിൽ ബി ബ്രിങ്ങിങ് ആ പ്രാക്ടീസ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ വരുന്നുണ്ട്. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് അധികം. ബട്ട് IELTS is difficult. IELTS is difficult to crack എന്ന മിസ്കോൺസെപ്ഷൻ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് നോട്ട്. ഏതൊരു എക്സാമിനെ പോലെ ഉള്ളൂ IELTS എക്സാം. ഏതൊരു എക്സാമിനെ പോലും ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IELTS എക്സാം ആസ് യൂഷ്വലി ബാക്കിയുള്ള എല്ലാ എക്സാംസിനെ പോലെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് IELTS എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ എക്സാം പാറ്റേൺസിലെല്ലാം നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി വരുന്നുണ്ട്. അതിനകത്ത് എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ എക്സാമിനോടുള്ള മെന്റാലിറ്റി, നിങ്ങൾ അതിനുവേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ എക്സാം ഡിഫിക്കൽട്ട് ആവുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി എക്സാം ഇസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ മെന്റാലിറ്റി ദാറ്റ് വി ഹാവ് ടുവേർഡ്സ്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ മെത്തേഡ്സ് ദാറ്റ് വി ചൂസ് ടു ക്രാക്ക് ദി എക്സാം. ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതിനോട് നമ്മൾ കാണിക്കുന്ന മെന്റാലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിനെ നമുക്ക് ഡിഫിക്കൽട്ട് ആക്കി മാറ്റുന്നത്. Okay, let's go to the most awaiting ആയിട്ടുള്ള question, which is none other than how can I crack IELTS? IELTS എനിക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? How can I crack IELTS? A simple thing. ഒരു ക്ലീഷേ സാധനം അങ്ങോട്ട് പറഞ്ഞുതരാം. A simple answer to this would be something cliche and something you would not something that would not be a good song to your ears. It's practice. നിങ്ങൾക്ക് ചെവിക്കകത്ത് നിങ്ങൾ എനിക്കത് കേൾക്കണ്ട. I don't want to listen to that word. Practice എന്ന് പറയുന്ന സാധനം എനിക്ക് കേൾക്കണ്ട. Oftentimes when we join an institute, we always have the tendency to criticize the system once we are out. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചാലും പൊതുവെ IELTS പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു 90% സ്റ്റുഡൻസും പറയുന്ന ഒരു സാധനം, അത് നന്നായിട്ട് പഠിപ്പിച്ചില്ല, പഠിപ്പിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ആ രീതി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവർ അങ്ങനെ ചെയ്തില്ല, ഇവർ ഇങ്ങനെ ചെയ്തില്ല. ബേസിക്കലി IELTS എന്ന് പറയുന്നത് ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ പരിപാടിയും സ്റ്റുഡന്റിന്റെയാണ്. അതായത് പറക്കാൻ പഠിപ്പിക്കുന്ന ജോലി മാത്രമായിരുന്നു ഒരു ട്രെയിനറിന്റെ. പറക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. സോ എങ്ങനെയാണ് റീഡിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലിസ്ണിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്പീക്കിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൈറ്റിംഗ് ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വേണം അത് ആക്ച്വലി ശരിയാക്കാൻ. സോ ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. ഇപ്പം നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് കാര്യത്തിലാണോ വീക്ക് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻഡ് ഏത് കാര്യത്തിലാണോ നിങ്ങൾ വീക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, ഞാൻ IELTSന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലിസണിങ് ഭയങ്കര പാടായിരുന്നു. പൊതുവെ എനിക്ക് ലിസണിങ് ഇച്ചിരി പാടാണ്. അതായത് മറ്റുള്ളവർ പറയുന്നത് കുറെ നേരം കേട്ടിരിക്കുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, സോ ചില ആളുകൾക്ക് ലിസൺ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് റീഡിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. റീഡിങ്ങിന് എനിക്ക് 8.5, 9 ഒക്കെ കിട്ടുമായിരുന്നു റീഡിങ്ങിന്റെ ആൻസേഴ്സിന്. പക്ഷെ ലിസണിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇച്ചിരി പുറമോട്ടാണ്. അപ്പം എന്റെ തൊട്ടപ്പുറത്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ലിസണിങ് ഭയങ്കര ഈസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇങ്ങനെ എത്ര നേരം വേണേലും ഒരാൾ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും. പക്ഷെ റീഡിങ് വന്നപ്പോൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതിലാണോ ഞാൻ വീക്ക് അത് കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ലിസണിങ് ആണ് എനിക്ക് പ്രശ്നമെങ്കിൽ ലിസണിങ് ഞാൻ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യണം. സോ എന്റെ തൊട്ടപ്പുറത്തെ കൊളീഗ് ലിസണിങ് 2 എണ്ണം ചെയ്യുന്നിടത്ത് ഞാൻ 5 എണ്ണം ചെയ്യണം. ബിക്കോസ് എനിക്ക് അതിന്റെ ഹെൽപ്പ് വേണം. റീഡിങ് എനിക്ക് അത്രയും ഹെൽപ്പ് വേണ്ട. ബിക്കോസ് റീഡിങ് എനിക്ക് ചുമ്മാ ഞാൻ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്, ഞാൻ ഇഷ്ടം പോലെ ബുക്സ് വായിച്ചിരുന്ന ആളാണ്, വായിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ചുമ്മാ ഒരു സാധനം ഒന്ന് ഓടിച്ചു വിട്ട് വായിച്ചാലും എനിക്കത് പെട്ടെന്ന് എന്താന്നുള്ളത് ക്ലിക്ക് ആവും. ആൻഡ് എനിക്ക് അതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് എഴുതാൻ പറ്റും. സോ അതെന്റെ സ്ട്രോങ് പോയിന്റ് ആണ്. സോ that is the thing. Now let's go for the second thing. For first സാധനം practice ആണ്. First thing, how to crack IELTS ന്റെ ആദ്യത്തെ സാധനം is
practice. We have to practice and practice and practice. And let's go to the next one. Secondly, find out of the 4 segments which are the ones that അത് ഞാൻ already പറഞ്ഞു നമ്മൾ find out ചെയ്യണം which is the more എന്താ പറയുന്ന which is the one that you struggle in. നമ്മൾ ഏറ്റവും കൂടുതൽ struggle ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ okay, so I think the current just went off. Okay. Okay, anyways, we are not going to stop. Secondly, we'll have to find out which is the difficult, നമുക്ക് marks score ചെയ്യാൻ difficulty ഉള്ളത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, then the next thing that we have to be very careful is hard work. We have to work hard. നല്ല hard work ചെയ്യണം. Practice എന്ന word നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിനേക്കാട്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. You have to work really really hard for എന്താ പറയുന്നത് for you'll have to work really really hard for whatever that you are struggling in. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണോ ആ സാധനത്തിൽ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇഫ് സ്പീക്കിങ്ങിലാണ് നിങ്ങളുടെ ഒരു നല്ല ശതമാനം ഒരു 70% ആളുകൾക്കും ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. സോ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്പീക്കിങ്ങിന്റെ PDF നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ആൻഡ് ആ PDF ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്ച്വലി വീണ്ടും വീണ്ടും ഓരോ ക്വസ്റ്റ്യൻസ് 1 ചെയ്യാം, 2 ചെയ്യാം, 3 ചെയ്യാം, 4 ചെയ്യാം. ആൻഡ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. Now, hard work കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ let's go for the next one, which is as much as I love this word. എനിക്ക് ഈ വേർഡ് ഭയങ്കര ഇഷ്ടമാണ്. It's a tough call. ഇതൊരു ടഫ് കോൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് അല്ല. പ്രാക്ടീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേർഡ് അല്ല. ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേർഡ് അല്ല. അടുത്ത സാധനം അതിലേറെ കഷ്ടമുള്ള കാര്യമാണ്. Let's get into one of my favorite word, which is actually called the consistency. Consistency എന്ന് പറഞ്ഞ സാധനം is very very important. ഈ ലോകത്തിൽ ഏത് സാധനവും 15 തവണ നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ will actually become part of it. അല്ലെങ്കിൽ we'll get used to it. നമ്മൾ അതിനോട് പൊരുത്തപ്പെടും എന്നാണ് പറയുന്നത്. 15 ദിവസം if you constantly start doing something, 15 ദിവസം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 15ാമത്തെ ദിവസം തൊട്ട് അതൊരു ഹാബിറ്റ് ആയി മാറും. It will become habitual. ഹാബിറ്റ് ആയിട്ട് മാറും. Now, I'll tell you something. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം സംതിങ് ദാറ്റ് I used to be very poor in consistency. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് ഒരു 10 ദിവസം കഴിയുമ്പോൾ തീർന്നു പോയി. But the only thing that in my life I have consistently done is basically ഈ റീൽസ് ഇടുന്ന പരിപാടിയാണ്. ഞാൻ മുടങ്ങാതെ 365 days ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ബാക്കി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഞാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം ഞാൻ മുടങ്ങാതെ വീഡിയോസ് ഇടും. 15 ദിവസം ഞാൻ വീഡിയോസ് കോൺസ്റ്റന്റ്ലി മുടങ്ങാതെ കൺസിസ്റ്റന്റ്ലി ഞാൻ ഇടാൻ തുടങ്ങിയപ്പം കണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂസ് കയറാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ സിമ്പിൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാഗ്നിഫിസന്റ് ആണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി എവ്രി ഡേ. ഒരു ദിവസം പോലും നിങ്ങൾ ഗ്യാപ്പ് വരരുത്. IELTSന്റെ ഒരു പ്രത്യേകതയാണ്. ഒത്തിരി സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്ന ഡയലോഗാണ്, മാം ഞാൻ ഇച്ചിരി തിരക്കിലാണ്, ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ട് വരാം കേട്ടോ, അല്ല മാം ഞാനൊരു 10 ദിവസം കഴിഞ്ഞിട്ടെ ഞാൻ മാമിനെ അങ്ങോട്ട് വിളിച്ചോളാം. മാഡം ഞാനേ ഒരു അത്യാവശ്യത്തിന് പോവാണ്, അപ്പൊ ഞാനൊരു 10 days കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി തിരക്കില്ല, എനിക്ക് മൈൻഡ് ഒന്നും അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു 10 days കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നേക്കാം. ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഹെൽപ്പ് ചെയ്യില്ല. അത് ഭയങ്കര ദോഷം ചെയ്യും. ആൻഡ് അത് ട്രെയിനറിനും ബുദ്ധിമുട്ടാണ്, ട്രെയിനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഗ്യാപ്പുകൾ കഴിവതും അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പം, നിങ്ങൾ IELTS പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം നിങ്ങൾ എടുത്ത തീരുമാനമാണ് നിങ്ങൾ ഇത് പഠിക്കാൻ പോവാണ്. സോ ബാക്കിയുള്ളതെല്ലാം ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് മാത്രമേ വരാവൂ. ഇനി ഇതിന് പ്രയോറിറ്റി കൊടുത്ത് വരാൻ എപ്പം നിങ്ങൾ റെഡി ആണോ അന്നേരം മാത്രമേ IELTSന് ജോയിൻ ചെയ്യാവൂ. ബിക്കോസ് ബാക്കിയുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. സോ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. IELTS കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ IELTSന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം സ്പീക്കിംഗ് ചെയ്യും, ഒരു ദിവസം ലിസ്ണിംഗ് ചെയ്യും. പറ്റുമെങ്കിൽ 4 ഒരു ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നിങ്ങൾ ജോലിയുള്ളവരാണ്, കുട്ടികളുള്ളവരാണ്, ബുദ്ധിമുട്ടാണ്, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ്, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു സെഗ്മെന്റ് എങ്കിലും ചെയ്യണം. അടുത്ത ദിവസം സെഗ്മെന്റ് ചെയ്യണം. എക്സാം തീരുന്നിടം വരെ നിങ്ങൾ സെഗ്മെന്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു
This might sound a little funny, but do not attempt IELTS without a sole purpose. I have had thousands of students joining saying that they would like to join IELTS because they would just like to try it. Trying something is a dangerous place. ഒരു ഭയങ്കര dangerous ആയിട്ടുള്ള സാധനമാണ് try ചെയ്യാന്ന് പറയുന്നത്. It has very less potential to bloom. അത് വളർന്ന് പന്തലിക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവാണ് അതിന്. നമ്മൾ പറയത്തില്ലേ എനിക്ക് താല്പര്യമുണ്ട് IELTS ചെയ്യാൻ. അങ്ങനെ താല്പര്യത്തിന് വന്ന് പഠിക്കുന്നത് is not good. It's not good. നമ്മൾ താല്പര്യം കൊണ്ടായിരിക്കരുത് ഒരു കാര്യം പഠിക്കാൻ വരേണ്ടത്. We have to come always because we have to have a sole purpose. നമുക്കൊരു sole purpose ഉണ്ടായിരിക്കണം അത് പഠിക്കാൻ വേണ്ടി. For example, എന്തിനാണ് ഞാൻ IELTS പോകുന്നത്? It's because I have to go to UK, അല്ലെങ്കിൽ I have to go to Canada, അല്ലെങ്കിൽ I have to go to Ireland. എനിക്കൊരു sole purpose ഉണ്ട്. And ആ sole purpose എന്ന് പറയുന്നത് probably എനിക്കൊരു 2 മാസത്തിനുള്ളിൽ ഇത് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ എക്സാം എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു സോൾ പേർപ്പസ് ഉണ്ടായിരിക്കണം നമ്മൾ ഈ IELTS ചെയ്യാൻ വേണ്ടി. ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. ഒരു 99% ഈ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആളുകൾ, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, അവര് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല അവർ IELTS എഴുതത്തുമില്ല. ഓക്കെ, സോ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരരുത്. നിങ്ങൾ വരുന്നത് ഇസ് ബിക്കോസ് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യണം. ആൻഡ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അത് ക്രാക്ക് ചെയ്യുന്നത്? ഇസ് ബിക്കോസ് നിങ്ങൾക്ക് ഒരു സോൾ പേർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകണം, നിങ്ങൾക്ക് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേർപ്പസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ആ പേർപ്പസിനെ മാത്രമേ നിങ്ങൾ സെർവ് ചെയ്യാവൂ. ഓക്കെ, സോ that is what it is. And to be honest, such students will never complete. അതായത് ഈ ട്രൈ ചെയ്യാൻ വരുന്ന ആളുകൾ they will never complete എന്താ പറയുക IELTS course. So to sum it up, learn and write IELTS if it's needed. So എന്റെ IELTS ക്രാക്ക് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, പിന്നെ കൺസിസ്റ്റൻസി, ഇതിലൊക്കെ പറയുന്നതിനോടൊപ്പം പറയേണ്ടത് ഡു ഇറ്റ് ഇഫ് ഇറ്റ്സ് നീഡഡ്. ആവശ്യമുള്ളതാണ് എന്ന് കരുതി, ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി മാത്രമേ അത് ചെയ്യാവൂ. സോ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. There are some basic knowledge you should have before you attend IELTS course. IELTS കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത സെഗ്മെന്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. The first one is know which IELTS you should be doing, academic or general. Okay, academic ആണോ അതോ ജനറൽ ആണോ, ഏതാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. Why am I doing academic? നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇപ്പൊ ഏജൻസി ആണെങ്കിൽ, ഏജൻസിയോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ ഏജൻസി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അവർ നമ്മളോട് പറയും എന്താ ചെയ്യേണ്ടത്. പക്ഷെ അതല്ല, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരിടത്ത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇസ് ഫൈൻഡ് ഔട്ട് നിങ്ങൾ അക്കാഡമിക് ആണോ അതോ ജനറൽ ആണോ പഠിക്കേണ്ടത്. പല സ്റ്റുഡൻസും പഠിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് പറയുന്നത്, അയ്യോ മാഡം സോറി ഞാൻ അക്കാഡമിക് ആണ് കേട്ടോ, എന്ന് ഞാൻ ജനറൽ അല്ല. സോ ദാറ്റ് ഇസ് സോ ബാഡ്. ബിക്കോസ് നമ്മൾ അത്രയും നമ്മൾ അതിനെക്കുറിച്ച് തിരയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല എന്നുള്ള ഒരു ഇറസ്പോൺസിബിലിറ്റിയും കൂടാണ് അത് കാണിക്കുന്നത്. സോ അക്കാഡമിക് ആണോ ഓർ ഇസ് എ ജനറൽ? So general, as you know, general എന്നുള്ള പേര് വരുമ്പോൾ ഇറ്റ്സ് ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ എക്സാംസ് എഴുതുന്നത്. അതായത് ഒരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, വെദർ ഇറ്റ്സ് ഫോർ വർക്ക് ഓർ ജനറൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജനറൽ IELTS നോക്കുന്നത്. ആൻഡ് ഓൾസോ ഡിഗ്രിക്ക് താഴെയുള്ളവർ, അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾക്കും ജനറൽ ജനറൽ സെഗ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, again academic, as the word itself means, academic എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് തന്നെ കണ്ടില്ല, അക്കാഡമിക് ആണ്. ഇറ്റ്സ് ബേസിക്കലി വെൻ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കോളേജ്, ഒരു കോളേജിലോ അല്ലെങ്കിൽ വെൻ യു ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്, വെൻ യു ആർ ആക്ച്വലി ഗോയിങ് ടു ഡു യുവർ കോഴ്സ് ഇൻ എ കോളേജ്, ഒരു അക്കാഡമിക് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ അക്കാഡമിക് IELTSന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബിക്കോസ് അതിനകത്ത് ചില ടെർമിനോളജീസ് ഉണ്ട്, ചില അക്കാഡമിക് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി പഠിക്കാൻ നേരത്ത് വി ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ യൂണിവേഴ്സിറ്റി ഈസ് ടീച്ചിങ് അസ്. നമ്മളെ യൂണിവേഴ്സിറ്റി എന്താണ് പഠിപ്പിക്കുന്നത്, അവർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് തരുമ്പം ആ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിനകത്ത് അത് നമുക്ക് ഇത്ര സ്കോർ കിട്ടി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, ദിസ് പേഴ്സൺ ഇസ് ഓക്കെ, ഐ മീൻ ഹി ഓർ ഷീ ഇസ് ആക്ച്വലി ഗുഡ് ഫോർ
അക്കാഡമിക് ലേണിങ്ങിന് പറ്റുന്ന ആളാണ്, ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് കോളേജ് യൂണിവേഴ്സിറ്റി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് വേൾഡ്, ഒരു ഡിഫറെന്റ് അരീന, ഒരു ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോകുമ്പം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ആക്ച്വലി നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, ലൈക്ക് വാട്ട് ആർ വി സ്പീക്കിംഗ്, ആർ വി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, അവർ പറയുന്നത് നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്ലാസ്സസ് ഒക്കെ പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് ഈസ് ബേസിക്കലി ത്രൂ ദിസ് അക്കാഡമിക്. സോ അക്കാഡമിക് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അക്കാഡമിക് ടീച്ചിങ്, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കാഡമി ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാകാനാണ് പോകുന്നതെങ്കിൽ യു വിൽ ആക്ച്വലി ഹാവ് ടു ഗോ ഫോർ അക്കാഡമിക്. ജനറൽ ഇൻട്രസ്റ്റിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആൻഡ് ഡിഗ്രിക്ക് താഴെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ജനറൽ IELTSന്റെ ആവശ്യമേ ഉള്ളൂ. ഓൾറൈറ്റ്, സോ ദാറ്റ് ഇസ് one thing. The next is surf the internet. Okay. Surf the internet and get a general look out for the 4 segments in IELTS: reading, listening, writing and speaking. കാര്യം ശരിയാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ജോയിൻ ചെയ്താലും ട്രെയിനേഴ്സ് വളരെ ഫ്രണ്ട്ലി ആണ്. അവർ നന്നായിട്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നല്ല ട്രെയിനേഴ്സ് ആണെങ്കിൽ നല്ല പോലെ IELTS ട്രെയിൻ ചെയ്തിരിക്കുന്ന IELTS ട്രെയിൻ ദ ട്രെയിനി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആ ട്രെയിൻ ദ ട്രെയിനി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു IELTS ട്രെയിനർ ആണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും അതങ്ങനെയാണ് അതിന്റെ രീതി. പിന്നെ ചില ആളുകളോട് അവർ ചോദിക്കും, നമ്മളോട് എടുത്ത് ചോദിക്കും, നിങ്ങൾ IELTS നേരത്തെ എഴുതിയവരാണോ ഫസ്റ്റ് ടൈം ആണോ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ അവർ കുറച്ച് കരുതലോടുകൂടി ആയിരിക്കും സെഗ്മെന്റ്സ് എടുക്കുന്നത്. ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പം സർഫ് ദി ഇന്റർനെറ്റ്. അപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് സർഫ് ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിനകത്ത് കയറി നിങ്ങൾ ഈ 4 സെഗ്മെന്റ്സ് എന്താണ്, സോ അവർ നമ്മളെ പഠിപ്പിക്കും എന്തായാലും. പക്ഷെ നമ്മളൊരു കാര്യത്തിൽ ഒരു വഴിക്ക് ഇറങ്ങുകയാണല്ലോ. ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇന്റർനെറ്റിനകത്ത് കയറി ഈ 4 സെഗ്മെന്റ്സ് എന്താണ്, റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്, അതിന്റെ ഓരോ സ്കോർ പോയിന്റ്സ് എന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ തലയിൽ ഒരു വേഗ് ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇത് എങ്ങനെയാണ്, ഓക്കെ ഫൈൻ, ഓക്കെ ഇതിന് ഇത്ര പോയിന്റ്സ് ആണ്, പോയിന്റ് എങ്ങനെ, സ്കോർ എങ്ങനെ വരുന്നൊന്നും അറിയത്തില്ല. ബട്ട് കുറെ നേരം നമ്മളിങ്ങനെ നോക്കുമ്പം പിന്നെ അവരുടെ എക്സ്പ്ലനേഷനും കൂടെ ആയി കഴിയുമ്പോൾ സംഗതി സെറ്റ്. സോ സർഫ് ദി ഇന്റർനെറ്റ് ആൻഡ് ഗെറ്റ് എ ജനറൽ ലുക്ക്. നൗ മേക്ക് ഷുവർ വാട്ട് സ്കോർ യു വാണ്ട് ടു അക്വയർ ബിഫോർ യു കം ഫോർ ദി എക്സാം. നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പം, അതായത് ഈ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് എത്ര സ്കോർ ആണ് കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യു ഷുഡ് നോ വാട്ട് ഇസ് എ സ്കോർ ദാറ്റ് യു നീഡ്. ഒരുപാട് പിള്ളേർക്ക് ഒരു ധാരണയില്ല ഇതിനെപ്പറ്റി. 6.5 മതിയായിരിക്കും അല്ലെ മിസ്സേ, അല്ലെ 7.5 മതിയായിരിക്കും അല്ലെ, അതോ 8 ആണോ, 8 വേണോ, 8 എന്റെ ഒരു ആഗ്രഹം ഒരു 8.5 ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി, നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രൊഫഷണൽ സ്ഥലം, ഇവിടെയൊക്കെ നിങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഓഫർ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, അവരുമായിട്ട് ഫോൺ കോൾസിൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിരിക്കുന്നുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ അവരോട് ചോദിക്കേണ്ടത്, ഐ എം പ്ലാനിങ് ടു റൈറ്റ് മൈ IELTS ആൻഡ് വാട്ട് ഇസ് ദ സ്കോർ ദാറ്റ് ഐ ഹാവ് ടു അക്വയർ. ഞാൻ ഏത് സ്കോറാണ് അക്വയർ ചെയ്യേണ്ടത് എന്ന് അവരോട് എൻക്വയറി ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലാതെ നിങ്ങൾ സ്വമേധ അങ്ങ് തീരുമാനിക്കുകയല്ല 7.5 വേണമെന്ന്. നിങ്ങൾക്ക് എക്സാമിന് എത്ര വേണം, എത്ര വന്നാലാണ് നിങ്ങൾക്ക് സേഫ് സൈഡ് നിൽക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊരു എന്താ പറയുക, ഒരു ധാരണ ഉണ്ടായിരിക്കണം. സോ യു ഹാവ് ടു ബി വെരി കോഷ്യസ് ഇൻ ദാറ്റ്. ഈ വാക്ക് കോഷ്യസ് എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി നെക്സ്റ്റ് സെഗ്മെന്റ് വിച്ച് ഇസ് ആക്ച്വലി കോഷൻസ്. ദെർ ആർ സർട്ടൻ കോഷ്യസ് ആവേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ IELTS ജോയിൻ ചെയ്യുമ്പം യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആക്ച്വലി. ആൻഡ് വൺ ഓഫ് ദ തിങ് ദാറ്റ് വി ഹാവ് ടു ബി കെയർഫുൾ is while inquiring for IELTS institutions, make sure you let them know that you are attending the exam for the first time and that you need proper guidance and explanation about everything. നമ്മള് കാര്യം ശരിയാണ്, നമ്മൾ എന്താ പറയുന്ന IELTS സെന്ററിൽ വന്ന് ജോയിൻ ചെയ്ത ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്, പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരാണ് പഠിപ്പിക്കുന്നതെങ്കിലും 1-2 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ ഈ ട്രെയിനർ പഠിപ്പിക്കുന്നതെന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പഠിപ്പിക്കുന്നതെങ്കിൽ യു കെൻ ആക്ച്വലി ടെൽ ദ ട്രെയിനർ ദാറ്റ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എക്സാം എഴുതിയിട്ടുള്ള ആളല്ല, ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സംതിങ് ദാറ്റ് ഐ ഹാവ് ഓൾവേസ് മെൻഷൻ മൈ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞു, പെർഫെക്റ്റ്ലി ഫൈൻ.
ഈ അറിയാതെ 15 ക്ലാസ്സിൽ വെറുതെ വായി നോക്കിയിരിക്കുന്നതിലും ഭേദമാണ് നമ്മളോട് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയുന്നത്. സോ ഐ ഹവ് ടോൾഡ് ദം ടു ബി വെരി ഫ്രാങ്ക്, ഉള്ളതുപോലെ പറയുക. അതുകൊണ്ട് തന്നെ എന്റെ സ്റ്റുഡൻസ് എല്ലാം ആദ്യം വരുമ്പോഴേ പറയും മിസ് എനിക്ക് ഒന്നും അറിയത്തില്ല. ഈ ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ചില പിള്ളേരോട് പറയുന്നത് ഈ ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവരെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രെയിനേഴ്സിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ, ട്രെയിനേഴ്സ് അവരുടെ ആ ഒരു നാക്ക് ഉണ്ട്, ആ നാക്കിൽ അങ്ങനെ അങ്ങ് പഠിപ്പിച്ചു. സോ ഡോണ്ട് ഡു ദാറ്റ്. ലെറ്റ് ദം നോ വാട്ട് ഡിഫിക്കൽട്ടി യു ഹാവ്. നിങ്ങൾക്ക് എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടെന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. That is the first thing. Cautious ആയിരിക്കേണ്ട കാര്യമാണ്. Make sure you have all the materials and you're well equipped even after you complete the course. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം പല പിള്ളേർക്കും പറ്റി പോകുന്നതാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയും എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മെറ്റീരിയൽസ് ഒന്നുമില്ല, ഞാൻ ഇനി ഒന്നുകൂടെ IELTS ഒന്നേന്ന് എഴുതണം. അങ്ങനല്ല. നിങ്ങൾ എവിടുന്ന് പഠിച്ചിറങ്ങിയാലും അവർ ഫുൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള വകുപ്പുണ്ടോ? അപ്പൊ ഞാൻ യൂഷ്വലി ഒരു ആപ്പിലാണ് ചെയ്യിപ്പിക്കുന്നത്. ആർക്ക് വേണേലും ആക്സസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ്. ഞാൻ പേഴ്സണലി ഉണ്ടാക്കിയ ഒരു ആപ്പ് അല്ല. ഇറ്റ്സ് എ കോമൺ ആപ്പ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ എ പ്ലേ സ്റ്റോർ. ഞാൻ അത് അവർക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ 2-3 ഞാൻ അവരുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാറായി കഴിയുമ്പോൾ പിന്നെ ഞാൻ അവരോട് ആഴ്ചയിൽ ചെയ്ത് ഞാൻ അയക്കാനാണ് പറയുന്നത് ആൻസേഴ്സ്. ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യൂഷ്വലി സ്റ്റുഡൻസ് ഒരു 3-4 കഴിയുമ്പോൾ അവരൊന്ന് ഫിഗർ ഔട്ട് ചെയ്യും ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ആരും അങ്ങനെ ഡൗട്ട് ചോദിക്കാറില്ല. അതുപോലെ ഡൗട്ടുള്ള പിള്ളേർ എന്നോട് ചോദിക്കാറുണ്ട്, ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ഇവര് പാസ് ഔട്ട് ആയി കഴിയും. ഇവരുടെ സ്പീക്കിങ്ങിന്റെ PDF, ഇവർക്ക് ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗം, ഇവർക്ക് എന്താ പറയുന്നത് റീഡിങ്ങിന്റെ മെറ്റീരിയൽസ്, ലിസണിങ്ങിന്റെ മെറ്റീരിയൽസ്, സ്പീക്കിങ്ങിന്റെ PDF, പിന്നെ റൈറ്റിങ്ങിന്റെ മെറ്റീരിയൽസ്, ഇതെല്ലാം കയ്യിലുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് വേണ്ടി പോകും. കാരണം ചില ആളുകൾ പഠിക്കാൻ വേണ്ടി IELTS പഠിക്കാൻ വേണ്ടി വരുമ്പം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എക്സാം എഴുതുന്നവർ വളരെ ചുരുക്കമാണ്. ചില ആളുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 months കഴിഞ്ഞിട്ടായിരിക്കും എക്സാം എഴുതുന്നത്. അപ്പൊ ഈ 6 months എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പിനകത്ത് പഠിച്ചതെല്ലാം മറക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആക്ച്വലി എന്താ പറയാ എല്ലാം വിട്ടിട്ട് അങ്ങ് പോവല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ 6 months പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഓരോന്ന കയ്യിലുള്ള മെറ്റീരിയൽസ് കുറെ സാധനം ഉണ്ടല്ലോ കയ്യില്. ആകെ 30 ദിവസത്തിൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. കാരണം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫ്രീഡം ആണ്. ഫുൾ ഡേ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ദിവസം ലിസ്ണിംഗ്, അങ്ങനെ എക്സാം നടക്കുന്നിടം വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഭയങ്കരമായ മാറ്റമുണ്ട്. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. I used to have a student, Lakshmi. I don't mind telling her name. She was very bad in English. English ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഒത്തിരി ലക്ഷ്മിമാരുണ്ട്. എന്റെ എല്ലാ ലക്ഷ്മിമാരും എന്ന് വിചാരിക്കുന്നത് പർട്ടിക്കുലർ സ്റ്റുഡന്റ് that joined in the year 2017 ജോയിൻ ചെയ്ത ഒരു ലക്ഷ്മിയാണ്. ആൻഡ് പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പ്രോബ്ലം, റീഡിങ് ഭയങ്കര പ്രോബ്ലം. യു വിൽ നോട്ട് ബിലീവ് ആ കൊച്ചൊരു ദിവസം 5 റീഡിങ് ചെയ്യുന്നത്. 5 റീഡിങ്. എനിക്ക് ചില സമയത്ത് ഭയങ്കര ശല്യം. ബിക്കോസ് 5 റീഡിങ്ങും എനിക്ക് അയച്ചു തരും. എന്നിട്ട് പറയും മാം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരാമോ. അപ്പം ബിക്കോസ് എന്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരെണ്ണം പോലും സമയത്ത് തരാത്തത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് 5 ഒറ്റയടിക്ക് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ 5 എല്ലാ ദിവസവും മുടങ്ങാതെ 5. ആൻഡ് ഐ യൂസ് ടു ബി, ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു. ബിക്കോസ് ഈ കൊച്ചിന്റെ പേപ്പർ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഐ യൂസ് ടു ബിക്കം എ ലിറ്റിൽ ഡിസിപ്ലിൻഡ്. ബിക്കോസ് 5 എനിക്കറിയാം എല്ലാ ദിവസവും ലക്ഷ്മി പോകുന്നിടം വരെ ഈ 5 ക്വസ്റ്റ്യൻസ് വരുമെന്ന്. ആൻഡ് യു വിൽ നോട്ട് ബിലീവ്, തുടക്കത്തില് ഫോർ ഹർ ഫസ്റ്റ് റീഡിങ് ഷീ ഗോട്ട് 12 marks out of 40. 40-ല് 12 മാർക്കാണ് കിട്ടിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫോണിലൂടെ, ഓൺലൈനിലായിരുന്നു. ഷി വാസ് നോട്ട് ഫ്രം കേരള വേറെ ഏതോ സ്ഥലത്താണ്. ഷി വാസ് എ നേഴ്സ് ആൻഡ് ഷി സ്റ്റാർട്ടഡ് ക്രൈങ് സെയിങ് ദാറ്റ് മാം എനിക്ക് ഭാവിയില്ല, എനിക്ക് IELTS ഒന്നും കിട്ടത്തില്ല മാം, നോക്ക് കണ്ടില്ലേ ഫസ്റ്റ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് തന്നെ എനിക്ക് 12 കിട്ടിയുള്ളൂ. ആൻഡ് ഐ വിൽ ടെൽ യു സംതിങ്, she attended the exam. അപ്പൊ 5 വെച്ച് പുള്ളിക്കാരി ചെയ്യും. 5 റീഡിങ് എല്ലാ ദിവസവും ചെയ്യും. ആൻഡ് she wrote the exam and she got 8.5. Total 8.5 കിട്ടി. And for റീഡിങ്ങിന് മാത്രം she got 8. 12 marks, 8 score. ഒന്ന് നോക്കിക്കേ. It's a world of difference ആണത്.
പ്രാക്ടീസ് വിൽ ഷോർലി മേക്ക് ദ ചേഞ്ച്. ഞാൻ എഴുതി വെച്ച് നിങ്ങൾക്ക് തരാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ ട്രെയിനറിനെ നോക്കിയിരിക്കരുത്, ട്രെയിനറിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു മുത്ത് പൊഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്, ട്രെയിനർ എന്തെങ്കിലും നമുക്ക് തരുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വർക്ക് ഇറ്റ് ഔട്ട്. ബിക്കോസ് എല്ലാ മെറ്റീരിയലിന്റെയും അവസാനം ആൻസർ കീ ഉണ്ടാവും, ആ ആൻസർ കീ ഉപയോഗിക്കാം. Make sure all your serious doubts are cleared and you are ready to work on your own. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാറായോ? ഇപ്പൊ ഞാൻ സ്പീക്കിംഗ് ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, സോ ഞാൻ 1, 2, 3, 4, 5 ക്ലാസ്സിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഐ ഗിവൺ ഹർ പാർട്ട് 1 എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, പാർട്ട് 2 എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, പാർട്ട് 3 എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവറിത്തിങ് ഇസ് ക്ലാരിഫൈഡ്, ഗിവൺ ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരു നിലയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സേഫ്. നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഇപ്പോഴാണേലും, ഇപ്പം ഈ എന്നെ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചു, IELTS പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ 4 സെഗ്മെന്റ്സിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? സംഗതി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മതി, രക്ഷപ്പെട്ടു. ബാക്കി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രെയിനറിനോടോ അല്ലെങ്കിൽ IELTS അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബഡി, ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു ക്യാൻ ജോയിൻ ഇൻ എൻട്രി ആപ്പ് ആക്ച്വലി. സോ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവർ IELTS കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോർ ഷുവർ അവർക്ക് അതിനെ പറ്റിയുള്ള ധാരണയുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. അപ്പം എന്തെങ്കിലും ഒരു സാധനം അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് വാ തുറന്ന് പറയണം. ഇല്ലാതെ അവിടെ ഇങ്ങനെ എല്ലാം അറിയാവുന്നത് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളും വിചാരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നു. സോ ഡോണ്ട് ഡു ദാറ്റ്. എല്ലാവർക്കും, ചില ട്രെയിനേഴ്സിന് പിള്ളേരുടെ ഇരിപ്പ് കണ്ടാലേ അറിയാം ഒന്നും മനസ്സിലായിട്ടില്ലെന്ന്. പക്ഷെ എല്ലാ ട്രെയിനേഴ്സിനും അങ്ങനെ ഒരു രീതി ഉണ്ടാവണമെന്നില്ല. കാരണം ഓരോ ട്രെയിനേഴ്സും ഓരോ ടീച്ചേഴ്സിനും ഓരോ രീതികളാണ്. ചില ടീച്ചേഴ്സിന് എങ്ങനെയും പെട്ടെന്ന് റെഡി സ്റ്റഡി ടു മുണ്ടക എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ഈ മുന്നിലിരിക്കുന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി, അത് അവരുടെ ഒരു രീതിയാണ്. അവർ പക്ക പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും സമയത്തിന് മുമ്പ് തീർത്തിരിക്കും. വേറെ ചില ആളുകൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അവരുടെ ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ട് ക്ലാസ് തീരുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതി അതും നല്ലതാണ്. ചില ആളുകൾക്ക് സാധനം പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ട്രെയിനേഴ്സിന് സ്റ്റുഡൻസിനെ അളക്കാൻ പറ്റും. ലൈക്ക് ഓക്കെ ഫൈൻ, യുവർ ഈ പൊസിഷനിലാണ് കുട്ടി, യുവർ റീഡിംഗ് ഇസ് നോട്ട് ഗുഡ്, യു ഹാവ് ടു വർക്ക് ഓൺ യുവർ റീഡിംഗ്. അടുത്ത ആള്, യുവർ സ്പീക്കിംഗ് ഇസ് നോട്ട് ഗുഡ്, യു ഹാവ് ടു വർക്ക് ഇൻ യുവർ സ്പീക്കിംഗ്. അങ്ങനെ ഓരോ മേഖലയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. ഓരോ ട്രെയിനേഴ്സിനും ഓരോ കഴിവാണ്. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. അത് അവരുടെ സ്ഥായിയായ ഒരു സ്വഭാവമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥായിയായ സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഫീൽ ഫ്രീ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെനെവർ യു റിക്വയർ. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നോ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, വെൻ യു ഫീൽ ദറ്റ് യു നീഡ് ഹെൽപ്പ്, ആസ്ക് ഫോർ ഹെൽപ്പ്. അയ്യോ, ഞാൻ ഇന്നലെ കൂടെ റീഡിങ് ചെയ്തപ്പോ ഞാൻ മിസ്സിനോട് ഒത്തിരി ഡൗട്ട് ചോദിച്ചതാ, അതുകൊണ്ട് ഇന്ന് പിന്നെയും ചോദിക്കുമ്പോഴത്തേക്കും മിസ് എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? വേറെന്ത് പണിയാണുള്ളത്? അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ബുദ്ധിമുട്ട് കാണിക്കുന്ന ട്രെയിനേഴ്സ്, ദേ ആർ നോട്ട് worthy to become a trainer. അവർക്ക് ട്രെയിനർ ആവാൻ പറ്റില്ല. IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദിവസം തൊട്ട് പോകുന്ന ദിവസം വരെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ട്രെയിനറിന്റെ ദൗത്യമാണ്. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഡൺ. അത് ചെയ്തിരിക്കണം. ഏത് കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെൻ എ സ്റ്റുഡന്റ് കംസ് ടു ദ ട്രെയിനർ ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല 50 തവണ വന്നാലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനറിന്റെ ജോലി. സ്ഥിരമായിട്ട് ഒരേ മിസ്റ്റേക്ക് വരുത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ചില സമയത്ത് ഞാൻ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്, നേരം തെറ്റിയ നേരം, നമ്മുടെ മൂഡ് പോയിരിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഒരിക്കലും അവരുടെ മേൽ ഞാൻ ദേഷ്യം എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഞാൻ പാസ് ചെയ്തിട്ടില്ല. ഐ വിൽ ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ്. തീരെ മൂഡില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ സ്റ്റുഡൻസിനോട് പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഇന്ന് ഞാൻ അത്ര സെറ്റിലല്ല, അതുകൊണ്ട് ബിക്കോസ് ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ഒരു പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോകും. സോ ഐ വിൽ സേ ഓക്കെ ഫൈൻ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ് ഫോർ യു ടുമോറോ. പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അത്യാവശ്യമാണോ എന്ന്. അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ, എന്ത് മൂഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്.
ബാധ്യസ്ഥയാണ്. So this is some certain things that you have to be sure about when you attend IELTS exam. We still have some more time. അതുകൊണ്ട് തന്നെ let me just give you some small ചെറിയ tips. ഈ IELTS എക്സാമിനകത്ത് റൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസമുള്ള ഒരു സാധനം റൈറ്റിംഗ് ആണ്. റൈറ്റിംഗിനകത്ത് ടാസ്ക് 1 ഉണ്ട്, നമുക്ക് ടാസ്ക് 2 ഉണ്ട്. വി ഹാവ് 2 ടാസ്ക്, 2 ടാസ്ക് ആണ്. അതിൽ അക്കാഡമിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടാസ്ക് 1 എന്ന് പറയുന്നത് ഗ്രാഫും പൈ ചാർട്ടും പിക്ടോറിയൽ ഇലസ്ട്രേഷൻസും ഒക്കെ വേർഡ് ഫോർമാറ്റിൽ, അതായത് പിക്ചേഴ്സ് നോക്കിയിട്ട് ഇലസ്ട്രേഷൻസ് നോക്കിയിട്ട് അതിനെ വേർഡ്സിലേക്ക് ആക്കുക എന്നുള്ള പരിപാടിയാണ്. ആൻഡ് എസ്സേ എന്ന് പറയുന്നത്, ഐ മീൻ ടാസ്ക് 2 എന്ന് പറയുന്നത് എപ്പോഴും പാർട്ട് 2 എന്ന് പറയുന്നത് എപ്പോഴും എസ്സേ തന്നെയാണ്. അത് അക്കാഡമിക് ആയാലും ശരി ജനറൽ ആയാലും ശരി രണ്ടിനും എസ്സേ തന്നെയാണ്. ജനറൽ സ്റ്റുഡൻസിന് ടാസ്ക് 1 എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗിന് അവർക്ക് 3 സാധനങ്ങളാണുള്ളത്, ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് സെമി ഫോർമൽ, 3 ഭാഗങ്ങളാണുള്ളത്. അപ്പം ഈ റൈറ്റിംഗിനകത്ത് പൊതുവെ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് റൈറ്റിംഗ് എന്ന് പറയുന്നത് വൊക്കാബുലറി മാത്രം ശരിയായാൽ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഓക്കെ, ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഈറ്റൻ പ്ലം കേക്ക്. നിങ്ങൾ പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ക്രിസ്മസിന് മാത്രം കഴിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ പറയും ക്രിസ്മസിന് മാത്രമേ ആ സാധനം ഇറക്കാവൂ, അല്ലാത്ത സമയത്ത് പ്ലം കേക്ക് കഴിക്കുന്ന ചിലർക്ക് ഇഷ്ടമേ അല്ല. പ്ലം കേക്കിനകത്ത് റമ്മ് ഒഴിച്ചുണ്ടാക്കുന്ന നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലം കേക്സിനകത്ത് അവര് അത്യാവശ്യം കിസ്മിസും നട്ട്സും ഇടും. പ്രത്യേകിച്ച് കിസ്മിസ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മളൊരു ബൈറ്റ് എടുക്കുന്ന സമയത്ത്, ഒരു കേക്കിന്റെ ബൈറ്റ് എടുക്കുമ്പോൾ 1 or 2 കിസ്മിസ് നമ്മുടെ വായിൽ വന്നാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷെ ആ കടിച്ചതിനകത്ത് കേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, കിസ്മിസ് മാത്രമാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും നമ്മള്. ബിക്കോസ് അത്രയും നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് കേക്ക് എൻജോയ് ചെയ്യാനാണ്. കിസ്മിസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ പോരെ എന്ന് പറയുന്നതുപോലെ തന്നെയാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത്. ഒരു എസ്സേ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നിങ്ങൾ ഈ വൊക്കാബുലറി മാത്രം അടിച്ചു കയറ്റി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടേ അപ്പം. അപ്പൊ ഇതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഈ മിസ്കോൺസെപ്ഷൻ ഉണ്ട്. വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രം മതിയെന്ന്. നോട്ട് ഇൻഫാക്ട് വൊക്കാബുലറിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമുള്ളത് ഞാൻ വേറൊരു പ്രശ്നം കൂടെ പറയാം. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുമ്പോൾ IELTSനകത്ത് മൈനസ് മാർക്സ് ആണ്. അതായത് നിങ്ങളുടെ മാർക്സ് നിങ്ങൾ ലൂസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അറിയാത്ത ചുമ്മാതെ ഷോ കാണിക്കാൻ വേണ്ടി ഒരു വേർഡ് നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ ആ വേർഡ് നിങ്ങളുടെ സെന്റൻസിനോട് യോജിക്കുന്നതല്ല എങ്കിൽ, ആ സെന്റൻസിനകത്ത് ആ വേർഡ് യോജിക്കുന്നതല്ല എങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് പറയാം, നമുക്ക് കംപ്ലീറ്റ്ലി ആ സെന്റൻസ് മീനിങ്ലെസ് ആയി പോകും. ആൻഡ് ആ സെന്റൻസിന്റെ ഫുൾ സെന്റൻസിനെ അവർ കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ഓർത്തോണം, 250 വേർഡ്സ് ആണ് എസ്സേക്കകത്ത്. 250 വേർഡ്സിനകത്ത് ഇങ്ങനെ ഓരോ സെന്റൻസും തെറ്റാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 250 വേർഡ്സ് അങ്ങ് കുറയും. ആൻഡ് യുവർ എസ്സേ ക്യാൻ ഒരു രീതിയിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. അതായത് നമ്മൾ അർഹിക്കുന്ന മാർക്സ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. സോ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം മയത്തിൽ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുക. ചുമ്മാതെ ഉപയോഗിക്കാൻ വേണ്ടി വാരി വലിച്ച് വൊക്കാബുലറി മാത്രം നോക്കുന്നതിലല്ല. എസ്സേ റൈറ്റിങ്ങിന്, ഏത് ടൈപ്പ് ഓഫ് IELTSന്റെ റൈറ്റിങ്ങിന് ടാസ്ക് 1 ആയാലും ടാസ്ക് 2 ആയാലും വൊക്കാബുലറി മാത്രം അല്ല നോക്കേണ്ടത്. സെന്റൻസിന്റെ സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ. നിങ്ങളെ ഒരാളുടെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ എഴുതത്തുള്ളൂ. അങ്ങനെ പാടില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. യു കെൻ ആക്ച്വലി യൂസ് പാസീവ് ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാം. യു കെൻ യൂസ് സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കാം, സിമ്പിൾ കോമ്പൗണ്ട് സെന്റൻസ് ഉപയോഗിക്കാം, സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് ഉപയോഗിക്കാം. പല ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുക. ബിക്കോസ് ദാറ്റ് ഇസ് എ ജീനിയസ്. ഒരാൾക്ക് ഒരു എസ്സേക്കകത്ത് ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്, റൈറ്റ്? അപ്പം ദാറ്റ് ഇസ് പോസിബിൾ, അത് പോസിബിൾ ആണ്. സോ നമുക്ക് vocabulary മാത്രമല്ല, there are a lot of other factors which will help you to gain good marks. അപ്പം vocabulary, sentence structure ആയി. Now there is something else which is called linking words. നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ലിങ്കിങ് വേർഡ്സ് ആണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് സംസാരിക്കുമ്പം ആദ്യം പറഞ്ഞ സെന്റൻസിന് രണ്ടാമത് പറഞ്ഞ സെന്റൻസുമായിട്ട് ബന്ധമില്ലെങ്കിൽ ആ ആളെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സംതിങ് ഇസ് റോങ്. മെന്റലി എന്തോ പ്രശ്നമുള്ള ഒരാളാണ്, സൈക്കോളജിക്കലി എന്തോ പ്രശ്നമുള്ള ആളാണ്, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കും.
പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ പറയണം. സോ വിച്ച് മീൻസ് ഒരു സെന്റൻസ് കഴിഞ്ഞാൽ അടുത്ത സെന്റൻസിന് ഈ ആദ്യത്തെ സെന്റൻസുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ചില ലിങ്കിങ് വേർഡ്സുകൾ ഉപയോഗിക്കും. ആൻഡ് ദീസ് ലിങ്കിങ് വേർഡ്സ് ആർ ആക്ച്വലി കോൾഡ് therefore, hereafter, in order to, പിന്നെ യു ക്യാൻ ആക്ച്വലി യൂസ് ദ വേർഡ്. ഇപ്പം എന്താ പറയുന്നത്, കൺക്ലൂഷൻ എന്നുള്ളത് നമ്മൾ ടു കൺക്ലൂഡ്, ഇൻ കൺക്ലൂഷൻ എന്നുള്ള സാധനം ഒന്ന് മാറ്റി പിടിച്ചിട്ട് ടു റീക്യാപിറ്റുലൈസ് എന്ന് പറയാം. ടു റീക്യാപിറ്റുലൈസ് എന്ന് പറയാം. ഓർ യു ക്യാൻ സേ ദ വേർഡ് നെവർത്ത്ലെസ്, നൺദലെസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. യു ക്യാൻ ആക്ച്വലി, അപ്പൊ അങ്ങനത്തെ ലിങ്കിങ് വേർഡ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സെന്റൻസിനകത്ത് ഒരു കണക്ഷൻ, ഹൗ എവർ, മോർ ഓവർ, ഇൻ അതർ വേർഡ്സ്, ഓൺ ദി അതർ സൈഡ്, ഇങ്ങനത്തെ ഒക്കെ ലിങ്കിങ് വേർഡ്സുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു സെന്റൻസിനെ മറ്റേ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ കണക്ടേഴ്സ് എന്നൊരു പേര് കൂടി അറിയപ്പെടും. ലിങ്കിങ് വേർഡ്സിനെ കണക്ടേഴ്സ് എന്നും കൂടി അറിയപ്പെടും. സോ ലിങ്കിങ് വേർഡ്സ് വെരി ഇമ്പോർട്ടന്റ്. സാധാരണ ഞാൻ എന്റെ സ്റ്റുഡൻസിന് ഒരു 40 ലിങ്കിങ് വേർഡ്സ് ഞാൻ അവർക്ക് ഓൾറെഡി കയ്യിൽ അങ്ങ് കൊടുക്കും. ഞാൻ അവരോട് പറയും, സാധനം കയ്യിലുണ്ട്, സാധനം കൈ തന്നിട്ടുണ്ട്, ഇനി അത് എങ്ങനെയും നിങ്ങളുടെ റൈറ്റിങ്ങിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളത്. സോ ഞാൻ അവരോട് പറയും, ആദ്യത്തെ 2-3 റൈറ്റിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലിങ്കിങ് വേർഡ്സ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുക, എഴുതുന്നതിന്റെ മുന്നിൽ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഡെലിബറേറ്റ്ലി, എന്നാ പിന്നെ ഞാൻ ഹൗ എവർ ഉപയോഗിച്ചേക്കാം, ഹൗ എവർ, എന്നാ പിന്നെ ഞാൻ മോർ ഓവർ ഉപയോഗിച്ചേക്കാം. അങ്ങനെ ഡെലിബറേറ്റ്ലി അർത്ഥം നോക്കി പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എസ്സേക്കകത്ത് ഉപയോഗിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും അവര് എഴുതി കഴിഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്യുമല്ലോ. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഉപയോഗിച്ചിരിക്കുന്ന ലിങ്കിങ് വേർഡ് തെറ്റാണെങ്കിൽ ഞാൻ അവരോട് പറയും, ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ ഇത് പറ്റത്തില്ല, മോനെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ലത്, ദിസ് ഇസ് റോങ്, ഈ ലിങ്കിങ് വേർഡ് ഇവിടെ അല്ല ഉപയോഗിക്കേണ്ടത്, ഇത് ഇവിടെയായിരുന്നു വരേണ്ടത്, ഇവിടെ വേറെയായിരുന്നു വരേണ്ടത്. അങ്ങനെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് കാര്യം പിടികിട്ടി, ഓക്കെ എങ്ങനെയാണ് ഈ ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പം വൊക്കാബുലറി ആയി, സെന്റൻസ് സ്ട്രക്ചർ ആയി, ലിങ്കിങ് വേർഡ്സ് ആയി, പിന്നെ വരേണ്ട സാധനം ഗ്രാമർ ആണ്. ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമർ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഗ്രാമർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രാമർ ഇസ് ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടാസ്ക് 1 എന്ന് പറയുന്നത് അക്കാഡമിക് സ്റ്റുഡൻസിന് ഇല്ലസ്ട്രേഷൻ ആണല്ലോ. പിക്ചോറിയൽ ഇല്ലസ്ട്രേഷൻസും പിന്നെ ഗ്രാഫും പൈ ചാർട്ടും ഒക്കെയാണ്. സോ ബേസിക്കലി ഒരു പടം ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക് മുന്നിൽ. ഈ പടം നോക്കിയാണ് നമ്മൾ താഴേക്ക് എഴുതുന്നത്. ഈ പടം എന്താണ്? ഓൾറെഡി നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനമാണ് ഈ പടം. ഈ പടം നോക്കി നമ്മൾ താഴേക്ക് എഴുതുമ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പലപ്പോഴും എഴുതേണ്ടത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈസ് വരുന്നത്. ഈസും ആമും ഒക്കെ വരുന്നുണ്ട്. ഈസും ആറും ഒക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈസ് ആൻഡ് ആർ ഒക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. നോ, ഇറ്റ് ഈസ് എ പിക്ചർ ദാറ്റ് ഡെപിക്ട്സ്. ആ പിക്ചർ ഡെപിക്ട് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്. കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഒരു പടമാണത്. ആ പടം നോക്കി നമ്മൾ എഴുതുമ്പം യുവർ റൈറ്റിംഗ്, യുവർ ഗ്രാമർ ഷുഡ് ബേസിക്കലി ബി സിമ്പിൾ പാസ്റ്റ് ടെൻസ്, നോട്ട് പ്രസന്റ് ടെൻസ്. അവിടെ നമ്മളൊന്ന് കെയർഫുൾ. അവിടെയൊക്കെ ഗ്രാമർ നമ്മൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ വേർബ്സിന്റെ കൂടെ ED ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഹാവ് ഉപയോഗിക്കുക, ഹാസ് ഉപയോഗിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഹാഡ് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ജെറണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ING ഉപയോഗിക്കണം. INGക്ക് ശേഷം ടു ഉപയോഗിക്കാൻ പാടില്ല. ചില പ്രിപ്പോസിഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ചില പ്രിപ്പോസിഷൻസിന്റെ കൂടെ ചില വാക്കുകൾ ചില പ്രിപ്പോസിഷൻസിന്റെ കൂടെ പോകത്തില്ല. ഉദാഹരണത്തിന് ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഡെസ്പൈറ്റിന്റെ കൂടെ എപ്പോഴും സ്റ്റുഡൻസ് ഓഫ് ഉപയോഗിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഡെസ്പൈറ്റിന്റെ കൂടെ നമ്മൾ ഓഫ് ഉപയോഗിക്കത്തില്ല. ബിക്കോസ് ഡെസ്പൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് ഓൾറെഡി അർത്ഥം അതിനകത്ത് ഓൾറെഡി ഓഫ് ഉണ്ട്. ഡെസ്പൈറ്റിനകത്ത് ഓൾറെഡി ഓഫ് ഉള്ളതുകൊണ്ട് ഡെസ്പൈറ്റിന്റെ കൂടെ നമ്മൾ ഓഫ് ഉപയോഗിക്കേണ്ട. പക്ഷേ ഇൻസ്പൈറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഓഫ് ഉപയോഗിക്കാം. വേറൊരെണ്ണം ഞാൻ പറയാം. I'll tell you something. There's another usage where a preposition is not required. For example, revert, refer back എന്ന് നമ്മൾ പറയത്തില്ല. റെഫർ ആണോ റിവേർട്ട് ആണോ? ഐ തിങ്ക് ഇറ്റ്സ് റിവേർട്ട്. റിവേർട്ടിന്റെ കൂടെ നമ്മൾ ബാക്ക് പറയത്തില്ല. ബിക്കോസ് റിവേർട്ട് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ബാക്ക് എന്നാണ്. അതിനകത്ത് ഓൾറെഡി ബാക്ക് ഉണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു യൂസ് ദ വേർഡ് ബാക്ക് വിത്ത് ഇറ്റ്. സോ സർട്ടൻ വേർഡ്സ്, ചില വേർബ്സിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻ ഉപയോഗിക്കത്തില്ല. ചില വേർഡ്സിന്റെ കൂടെ പ്രിപ്പോസിഷൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ എം ഇൻട്രസ്റ്റഡിന്റെ കൂടെ എപ്പോഴും ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് വരും. I'm interested in, contributed to, contributed for, abstain,
abstain എന്നുള്ള വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ പ്രിപ്പോസിഷൻ എപ്പോഴും abstain from ആണ്. അപ്പൊ അങ്ങനെ പ്രിപ്പോസിഷൻസ് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം ഗ്രാമറിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾസ്, ഓഫ് മൈ ഗുഡ് ലോർഡ്, ഒരു ഭയങ്കരമായ ഒരു ഏരിയ ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസിനകത്ത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. എവിടെയൊക്കെയാണ് എ ഉപയോഗിക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് ആൻ ഉപയോഗിക്കാൻ പറ്റുന്നത്, ദ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ദ എവിടെയാണ് ഉപയോഗിക്കേണ്ടാത്തത്. UK, കാനഡ, സോറി UK ആൻഡ് അമേരിക്ക, US എന്നൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും ആ കൺട്രീസിന്റെ പേരിന്റെ മുമ്പിൽ വി ഹാവ് ടു യൂസ് ദ UK, ദ USA, യുണൈറ്റഡ് എന്ന് വരുന്നതിന്റെ മുമ്പിലെല്ലാം നമ്മൾ ദ യൂസ് ചെയ്യണം. വി ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. പക്ഷെ അവിടുത്തെ ആളുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ദ യൂസ് ചെയ്യേണ്ട, ദ ഇന്ത്യൻ എന്ന് പറയേണ്ട, ഇന്ത്യൻ. പിന്നെ so those are certain things that you have to be very careful when it comes to grammar. So grammar is important. ഗ്രാമറും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല, ഗ്രാമർ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. പക്ഷെ വേറെ പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. സോ vocabulary is important, sentence structure is important, linking words is important, grammar is important, and the structure is also important. ഒരു essay എഴുതുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ എല്ലാ സാധനത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഒരു കുർത്ത ഞാൻ തയ്ക്കുകയാണ്. if I'm actually stitching a കുർത്ത, ഞാനൊരു കുർത്ത സ്റ്റിച്ച് ചെയ്യുമ്പം എന്റെ ബോഡിക്ക് ഫിറ്റ് ആവുന്ന ഒരു സാധനമാണ് ഞാൻ തയ്ക്കുന്നത്. I stitch something that is actually good for my body. ഒരു ലോഹകുപ്പായം പോലെ ഇങ്ങനെ 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 എന്താ പറന്ന് നടക്കുന്ന ഒരു ഡ്രസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സംതിങ് that will actually suit me. And അങ്ങനെ ഒരു സാധനം ഞാൻ തയ്ക്കുമ്പോൾ when I actually stitch that, it is actually a structure. ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ് അവിടെ. മനസ്സിലായി? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എസ്സേ എഴുതുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഏത് സ്ട്രക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, പക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ട്രെയിനർ നിങ്ങളെ ഒരു സ്ട്രക്ചർ പഠിപ്പിക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അതല്ല, നിങ്ങൾ സ്വമേധ ഒരെണ്ണം കണ്ടെത്തുവാണെങ്കിൽ അത് IELTS-ന് യോജിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ go for it. So there should be a structure, there should be a vocabulary. The 5 factors ആണ് ഞാൻ സാധാരണ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന 5 factors ആണിത്. There should be a structure, there should be linking words, there should be sentence structures, there should be vocabulary, there should be grammar. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മൊത്തത്തിലൊരു അവിയൽ രൂപത്തിൽ വരുമ്പോഴാണ് IELTS റൈറ്റിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമാവുന്നത്. അല്ലാതെ vocabulary മാത്രമല്ല, grammar മാത്രമല്ല, there are several other factors that will come along with it. In fact, spellings very very important. Installment spelling, confusing ആയിട്ട് entrepreneur spelling, phobia എന്നൊക്കെ ഉള്ളത് ചില ആ ഇയ എന്ന് വരുന്ന ശബ്ദം ചിലടത്ത് OEIA എന്ന് വരാറുണ്ട്, ചിലടത്ത് IO എന്ന് വരാറുണ്ട്, ചിലടത്ത് EA വരാറുണ്ട്. അപ്പം ഈ പ്രൊനൗൺസിയേഷൻ നമ്മുടെ സ്പെല്ലിങ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്പെല്ലിങ്സ് നമ്മൾ സൂക്ഷിക്കണം. സ്പെല്ലിങ്സ് ബി വെരി വെരി കെയർഫുൾ. ഇംഗ്ലീഷ് ഭയങ്കര നല്ലതായിരിക്കും, കിടിലമായിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഭയങ്കരമായ സ്പെല്ലിങ്സ് തെറ്റുന്നു. അതും കോമൺ ആയിട്ടുള്ള ഏറ്റവും കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് അറിയാമോ? ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഈ വേർഡിന്റെ അറ്റത്ത് ഇ വരുമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റിന്റെ വേർഡിന്റെ അറ്റത്ത് ഇ വരുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഗ്രേറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അറ്റത്ത് ഇ വേണോ വേണ്ടയോ? എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ TENCE ആണോ TANCE ആണോ? പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പം ENCE ആണോ ANCE ആണോ? പിന്നെ there are so many other ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനത്തെ വരുന്ന you can actually see those kind of things which you have to be very careful with. അതുകൊണ്ട് തന്നെ spellings is very very important. Spellings വളരെ important ആണ്. Be very careful with your spellings. Be very careful with your handwriting. നമ്മുടെ handwriting വളരെ careful ആയിരിക്കണം. ചില സമയത്ത് I കണ്ടു കഴിഞ്ഞാൽ it looks like എച്ചിന് ശേഷം നമ്മൾ I വരികയാണെങ്കിൽ അതൊരു I ആയിട്ട് തോന്നത്തില്ല. അപ്പൊ അവിടെ ഒരു I മിസ്സിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറ്റുന്ന എന്താണ്? ഇറ്റ്സ് റോങ്. ആ സ്പെല്ലിംഗ് തെറ്റാണ്. സോ ബേസിക്കലി അത് കെയർഫുൾ ആയിരിക്കും. ഹാൻഡ് റൈറ്റിംഗ് ഷുഡ് ബി വെരി കെയർഫുൾ. ഇനി ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും 250 വേർഡ്സ് ആണ് നമുക്ക് എസ് എഴുതാൻ പറ്റുന്നത്. 250 വേർഡ്സ് ആവുമ്പം ഒരു 280 വരെ നിങ്ങൾക്ക് പോകാം. പക്ഷെ 280 വരെ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 260 ഒക്കെ ആവുമ്പോഴേ നിങ്ങൾ നിർത്തിക്കണം. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ദയവ് ചെയ്ത് IELTS-ന്റെ റൈറ്റിംഗ് ചെയ്യുമ്പം നിങ്ങളുടെ ബുക്കിൽ ചെയ്യരുത്. നിങ്ങളുടെ ബുക്കിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴല്ലോ, ഈ കുഞ്ഞു ബുക്കിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ എത്ര പേജ് എടുത്ത് തീർത്താലും നിങ്ങൾ 250 വേർഡ്സിൽ എത്തുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. ഇത് 250 ആണോ 260 ആണോ 280 ആയോ, ഇതൊന്നും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടത്തില്ല. ദാറ്റ് ഇസ് റോങ്. അപ്പൊ അത് തെറ്റാണ്.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? 250 വേർഡ്സ് എന്നുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഗൂഗിളിൽ പോവുക. അവിടെ നിങ്ങൾക്ക് IELTS റൈറ്റിംഗിന്റെ ആൻസർ ഷീറ്റ് കിട്ടും. ആൻസർ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. PDF ആണ്. PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ഒരു കോപ്പി പ്രിന്റ് ചെയ്യുക. ആ പ്രിന്റ് ചെയ്ത കോപ്പി നിങ്ങൾ കൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു 15 പേപ്പർ എടുത്ത് വെച്ചേക്കണം. എപ്പോഴൊക്കെ നിങ്ങൾ റൈറ്റിംഗ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ഈ റൈറ്റിംഗ് ഈ PDF-നകത്ത് ഈ പേപ്പറിനകത്ത് വേണം എഴുതാൻ. ഈ IELTS-ന്റെ ആൻസർ ഷീറ്റിനകത്ത് എഴുതണം. ഇത് എഴുതിയാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എവിടെ നിർത്തണമെന്ന്. 250 വേർഡ്സ് എവിടെ ആയാലും നിങ്ങൾ നിർത്തേണ്ടത്. ബിക്കോസ് ആ ആൻസർ ഷീറ്റ് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ സെയിം ആൻസർ ഷീറ്റിൽ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. Another thing that you have to be very important ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലാസ്റ്റിൽ പറഞ്ഞു നിർത്താം. ഏത് മനുഷ്യർ IELTS എക്സാം എഴുതുന്ന ആളുകൾ എപ്പോഴും ഒരു IELTS എക്സാം എഴുതുന്ന ഒരു ഫ്രണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും, ഒരു ബഡി ഉണ്ടായിരിക്കണം. IELTS ബഡി എന്ന് പറഞ്ഞൊരു ബഡി ഉണ്ടായിരിക്കണം. ആ ഓരോ എക്സാംസ് ഓരോരുത്തർ എഴുതി കഴിയുമ്പം അവരോട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നോ, എന്തെങ്കിലും ചേഞ്ചസ് വന്നോ, റീഡിങ് പഴയതുപോലെ തന്നെയാണോ, ഇപ്പോഴും 4 സെക്ഷൻസ് ഉണ്ടോ, ഇപ്പൊ 3 സെക്ഷൻസ് ആയിട്ട് മാറ്റിയോ, ഇപ്പോഴും കറക്റ്റ് 1 hour തന്നെയാണോ, 1 hour കൂട്ടിയോ മാറ്റിയോ, ഇതൊക്കെ പോസിബിൾ ആണ്. ഇതൊക്കെ മാറ്റങ്ങൾ വരാൻ നിമിഷം നേരം മതി. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരേപോലെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. there can be changes. ഓൾവേസ് കീപ് അങ്ങനെ ഒരു ബഡി, അങ്ങനെ ഒരു തെരച്ചിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം എന്താണ് IELTS-ന്റെ ഈ ലോകത്ത്, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല, എക്സാം എഴുതുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എന്താണ് നടന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾ മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. Then that is, you need to have a buddy. ഒരു ബഡി ഉണ്ടായിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്പീക്കിംഗ്, one of the question that's always asked is എങ്ങനെയാണ് സ്പീക്ക് ചെയ്യുന്നത്? മിസ് IELTS-ന്റെ സ്പീക്കിംഗ് ഒക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യും? ഭയങ്കര പാടാണ്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള, ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഞാൻ ആരോടും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ആ എക്സാം മോഡിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു മൂഡിലേക്ക് നിങ്ങൾ കടക്കണം. ഫോർ എക്സാമ്പിൾ, ആ എക്സാം നടക്കുന്നിടം വരെ യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, യു ഷുഡ് ലിസൺ ടു ഓഡിയോസ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കേൾക്കുക, ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഓഡിയോസ് കേൾക്കുക, ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുക, ഇംഗ്ലീഷ് വായിച്ച ആർട്ടിക്കിൾസ് നിങ്ങൾ മറ്റുള്ളവരോട് ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തണം. മാം എന്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാരുമില്ല, ഫൈൻഡ് ഔട്ട്. ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിക്കുന്നില്ലേ? ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഒരു ആളെ ഫോളോ ചെയ്യുന്നില്ലേ? അയാളെ സ്റ്റോക്ക് ചെയ്ത് അയാളുടെ എല്ലാ വീഡിയോസും നമ്മൾ കാണുന്നില്ലേ? അപ്പൊ പിന്നെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ അസിസ്റ്റന്റിനോടെങ്കിലും ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇംഗ്ലീഷിൽ. പുള്ളിക്കാരി തിരിച്ച് നമ്മളോട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചോളും. ചുമ്മാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പുള്ളിക്കാരി തിരിച്ച് ആൻസേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. ഈവൻ ദാറ്റ് ഇസ് പോസിബിൾ. സോ ആരും കിട്ടിയില്ലെന്നൊന്നും പറയരുത്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക ആൻഡ് ഓൾവേസ് കീപ് യുവർ സെൽഫ് ബിസി. ആൻഡ് ആ ഒരു IELTS വൈബ്, ആ ഒരു IELTS മൂഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇന്ന് അങ്ങോട്ട് IELTS-ന് ജോയിൻ ചെയ്തിട്ട് നാളെ അങ്ങോട്ട് പൊട്ടിമുളച്ച് നിങ്ങൾ ഇംഗ്ലീഷിൽ പോയി അങ്ങോട്ട് ചാറ ഇംഗ്ലീഷിലാണ് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അൺലെസ് നിങ്ങളുടെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് തേച്ച് കഴിഞ്ഞാൽ ഒരു ജീനി വന്ന് നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള പോസിബിലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ യെസ്, നടക്കും. അതല്ലാത്ത പക്ഷം നല്ല പോലെ കട്ട പണിയെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് IELTS. ഐ എം വെരി ഫ്രാങ്ക് വിത്ത് ദീസ് തിങ്സ്. ഞാൻ വളരെ ഫ്രാങ്ക് ആണ്. എനിക്ക് അങ്ങനെ ഒത്തിരി ഫോർമാലിറ്റീസ് വെച്ച് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ഒത്തിരി സ്റ്റുഡൻസ് ഇതിന് ജോയിൻ ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ആവശ്യമില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളതുപോലെ തന്നെ പറയും. ആൻഡ് സോ ദീസ് ആർ പ്രിറ്റി മച്ച് ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. നിങ്ങളോട് പറയാനുള്ള പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. If there is any doubts that you have, please let me know. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. I think I know that my speaking confidence was very low 3 months before, but now a little bit improved.
but still most of my point I couldn't able to speak. How can I improve that? Yes, ഞാൻ അത് already പറഞ്ഞിട്ടുണ്ട്. Yes, okay. Hello, Susan Jeji. Yeah, so basically a lot of people have asked a lot of questions, but if you still have any doubts, please go ahead and ask. എന്തെങ്കിലും doubts ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ we'll wind up the segment. Google is my buddy, Kevin P. Abraham. Pinnalla. Exactly, I was a Malayalam medium student. Main complex in me is that I don't have Danya, MS Ana, enough confidence, but now it's okay. Me and my cousin were doing, yes, exactly. ആരെങ്കിലും ഒരു buddy ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. Google Assistant, Kevin, അത് തന്നെ. ഒന്നും നടന്നില്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചോട് കാര്യങ്ങൾ ചോദിക്കുക, പുള്ളിക്കാരി തിരിച്ചിങ്ങോട്ട് ഇംഗ്ലീഷിൽ ആൻസർ പറയും. യൂസ് എ ബഡി, ഓൾവേസ് ഹാവ് എ ബഡി വിത്ത് യു, ഓൾവേസ് ഹാവ് എ IELTS വൈബ്. ഒരു IELTS വൈബ് ഉണ്ടായിരിക്കണം, ഒരു IELTS മൂഡിലായിരിക്കണം എപ്പോഴും. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ പോയി എക്സാം എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കത്തില്ല. എനിവേസ് ഗൈസ്, ഐ ഹാഡ് സോ മച്ച് ഓഫ് ഫൺ. ഞാൻ കമന്റ്സ് ഒക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ കോൺസ്റ്റന്റ്ലി ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫർദർ ഡൗട്ട്സ്, you can ask. At the same time, it's an amazing opportunity that Entry has given. Thank you so much for giving me this platform. Very helpful. At the samayathe Entry app ningale ottiri help cheyan povanu bhavile. They are going to help you out a lot, and so I'm congratulating you for the new venture that you're going to start, and thank you so much for giving me this platform. Bye bye.